തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ബ്രിസ്ബെയിൻ സെൻറ് തോമസ് യാക്കോബായ സുറിയാനി പള്ളി ഒരുക്കുന്ന ജീവവചനമെന്ന വചനപ്രഘോഷണ പരമ്പരയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. 42-ാം സങ്കീർത്തനം 1-2 തിരുവചനങ്ങൾ നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവേ, നീർപ്പുഴയെക്കുറിച്ച് നിലവിളിക്കുന്ന മാനെന്ന പോലെ തന്നെ എൻ്റെ ആത്മാവ് നിനക്കായി കാംക്ഷിക്കുന്നു. ജീവനുള്ള ദൈവമേ, എൻ്റെ ആത്മാവ് നിനക്കായി ദാഹിച്ചിരിക്കുന്നു. ദൈവമേ, ഞാൻ എപ്പോൾ വന്ന് തിരുമുഖം കാണും? ഒരു മാൻപേട എപ്പോഴാണ് വെള്ളത്തിനായി അതിയായി ദാഹിക്കുന്നത്? 4 സാഹചര്യങ്ങളിൽ അതിന് ദാഹം സഹിക്കാതെ വരും. 1, ശത്രുക്കളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് ജലാംശം നഷ്ടപ്പെടുമ്പോൾ. 2, അതിതീവ്രമായ വേനൽക്കാലം പിടിച്ച് ഉലച്ച് ജലാശയങ്ങളെല്ലാം വറ്റി വരണ്ട് കഴിയുമ്പോൾ ജലം തേടി അത് അലയും. കൊടുങ്കാടിലൂടെ കയറ്റങ്ങളും ഇറക്കങ്ങളും താണ്ടി ധാരാളം യാത്ര പിന്നിടുമ്പോൾ അതിന് ദാഹമുണ്ടാകും. പ്രസവിച്ച കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിനിടയിൽ ദാഹത്താൽ ചിലപ്പോൾ മാൻപേട തളർന്നു പോകും. ജീവിതത്തിൽ പലവിധമായ സാഹചര്യങ്ങളിലൂടെ മാൻപേട വെള്ളത്തിനായി ദാഹിച്ച് വലയുന്നത് നമ്മെ പഠിപ്പിക്കുന്നു, ഓർമ്മിപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, മത്തിയാസ് തീക്ഷ്ണമതിയായ ഒരു യഹൂദനായിരുന്നു. ദൈവകൽപ്പനകൾ പാലിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനുമെല്ലാം മുൻപന്തിയിൽ നിൽക്കുന്നവൻ. തൻ്റെ ഭക്തിയിലും അനുഷ്ഠാനത്തിലും അദ്ദേഹത്തിന് ഏറെ അഭിമാനം. പക്ഷെ ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിന് വിരസതയും ശൂന്യതയുമൊക്കെ തോന്നും. മോശയോടും അബ്രഹാത്തോടും ഏലിയായോടുമൊക്കെ സംസാരിച്ച ആ യഹോവയുടെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ലല്ലോ. പ്രവാചകരുടെ ജീവിതം ചിന്തിച്ചപ്പോൾ തൻ്റെ കാലഘട്ടത്തിലെ പ്രവാചകനായി തീരാൻ അദ്ദേഹം പലപ്പോഴും കൊതിച്ചു. പക്ഷെ ദൈവശബ്ദം കേൾക്കാൻ സാധിക്കുന്നില്ല. ഉപവാസവും ദാനധർമ്മവുമൊക്കെ ദൈവം പരിഗണിക്കുന്നില്ലേ എന്നൊരു സംശയം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യോർദാൻ നദിയുടെ തീരത്ത് യോഹന്നാൻ മബ്ദാന സ്നാനം നൽകുന്നതിനെക്കുറിച്ച് കേട്ടത്. പുതിയ ദൈവാനുഭവത്തിനു വേണ്ടി അങ്ങോട്ട് ഓടി. അവൻ്റെ ശബ്ദം കേട്ട് കോരിത്തെരിച്ചു. അവൻ്റെ പ്രബോധനത്തിൽ അവൻ ആകൃഷ്ടനായി. പാപബോധത്താൽ അവൻ തന്നെ തലകുനിച്ച് നിർത്തി. പശ്ചാത്താപത്താൽ അവൻ്റെ ഹൃദയം തരളിതമായി. ജനക്കൂട്ടത്തോടൊപ്പം അയാളും കണ്ണുനീരോടെ സ്നാനമേറ്റു. എന്തൊരു സുഖം, സന്തോഷം! ഇതുപോലൊരു അനുഭവം ജീവിതത്തിൽ ഇതിനു മുമ്പുണ്ടായിട്ടില്ല. നേരത്തെ ഇവിടെ കടന്നു വന്ന് സ്നാനപ്പെടേണ്ടതായിരുന്നു എന്ന് മത്തിയാസിന് തോന്നി. പക്ഷേ ആ പ്രസരിപ്പ്, ആ അനുഭവം 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൽ നിന്നും അകന്നു. അദ്ദേഹം വീണ്ടും വിരസതയിലേക്കും പഴയ നിരാശയുടെ അനുഭവത്തിലേക്കും അദ്ദേഹം പോയി. അദ്ദേഹം വിചാരിച്ചു, യോഹന്നാൻ മബ്ദാന യോർദാൻ്റെ കരയിൽ കാണും. അദ്ദേഹം ഓടി നദീതീരത്തേക്ക് യോഹന്നാൻ സ്നാപകൻ്റെ സന്നിധിയിലേക്ക് അവൻ ഓടി. അവൻ നോക്കി ദൂരെ നിന്ന് കണ്ടു, വലിയ നിരയായി ജനം ക്യൂവിൽ നിൽക്കുകയാണ്. സ്നാനമേറ്റ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ, ദൈവാനുഭവത്തിലായിത്തീരുവാൻ തക്കവണ്ണം നിൽക്കുന്ന ജനത്തിൻ്റെ പിന്നാലെ അവനും കൂടി. യോഹന്നാൻ മത്തിയാസിനെ കണ്ട് അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. തീക്ഷ്ണമായിരിക്കുന്ന യോഹന്നാൻ്റെ നോട്ടം അവൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി. യോഹന്നാൻ ചോദിച്ചു, ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് കണ്ണുനീരോടെ സ്നാനം പ്രാപിച്ചു പോയവനല്ലേ നീ എന്തിനാണ് വീണ്ടും സ്നാനം സ്വീകരിക്കാൻ കടന്നു വന്നത്? മത്തിയാസ് തൻ്റെ ഹൃദയത്തിലുള്ളതെല്ലാം തുറന്നു പറഞ്ഞു. തൻ്റെ
ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ശൂന്യതയെക്കുറിച്ച് അവൻ പറഞ്ഞു. യോഹന്നാൻ മത്തിയാസിനെ കൈപിടിച്ച് നദിയുടെ ആഴമുള്ള ഭാഗത്തേക്ക് കൊണ്ടുപോയി. കഴുത്തറ്റം വെള്ളമായപ്പോൾ പെട്ടെന്ന് അദ്ദേഹം യുവാവിൻ്റെ തല ബലമായി വെള്ളത്തിനടിയിൽ മുക്കിപ്പിടിച്ചു. കൈകാലിട്ടടിച്ച് മരണവെപ്രാളത്താൽ അവൻ കുതറി. സ്നാപകൻ വിട്ടില്ല. ഒടുവിൽ അവശനായപ്പോൾ തോളിലിട്ട് മണൽപ്പുറത്ത് കൊണ്ടുപോയി കിടത്തി. എന്നിട്ട് പറഞ്ഞു, നീ ദൈവാനുഭവത്തിനായി ഓടി നടക്കുന്നു, എന്നാൽ അതിനുള്ള യഥാർത്ഥ ആഗ്രഹം നിനക്കില്ല. വെള്ളത്തിനടിയിൽ ശ്വാസം കിട്ടാനായി നീ എത്രമാത്രം ആഗ്രഹിച്ചുവോ അതുപോലെ യഹോവയ്ക്കായി ആഗ്രഹിക്കുക. അപ്പോൾ ദൈവം നിന്നിൽ എന്നും നിറഞ്ഞു നിൽക്കും. യിരെമ്യാവിൻ്റെ പ്രവചനം 29:13 ഇങ്ങനെ പഠിപ്പിക്കുന്നു: നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഏതെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയോ രോഗസൗഖ്യങ്ങൾക്ക് വേണ്ടിയോ മാത്രം ദൈവത്തോടടുക്കുന്നവർക്ക് പിന്നീട് വിരസത അനുഭവപ്പെടും. എന്നാൽ ദൈവത്തെ പ്രാപിപ്പാനുള്ള അദമ്യമായ ആഗ്രഹത്തോടെ വരുന്ന ഓരോ വ്യക്തിയെയും അവൻ ചേർത്ത് തന്നിലേക്ക് അടുപ്പിച്ചു നിർത്തും. ഒരു മാൻ എപ്രകാരം വെള്ളത്തിനായി കാംക്ഷിച്ചു നിൽക്കുന്നുവോ അത്രമാത്രം തീക്ഷ്ണതയോടും ദാഹത്തോടും കൂടി ദൈവത്തെ ആഗ്രഹിക്കുന്നവർക്ക് അവൻ സമീപസ്ഥനാണ്, അവൻ സഹായിക്കുന്നവനാണ്, അവൻ കാരുണ്യവാനാണ്, അവൻ കൃപയുള്ളവനാണ്. ആ കാരുണ്യവാനും ദയവാനും കൃപയുള്ളവനും സ്നേഹവാനുമായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പൂർണ്ണമായി ചേർന്ന് നമ്മെ തന്നെ സമർപ്പിക്കാം. അതിലൂടെ അനുഗ്രഹം പ്രാപിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.